ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്റെ അനിയൻ കാരണം തകരരുതെന്ന് നിർബന്ധമുണ്ട് എനിക്ക്. അതെ മോളെ, ഇത് നിന്റെ മാത്രം കാര്യമല്ല. നാളെ ഒരു സമയം ഇതൊക്കെ അനഘ അറിഞ്ഞ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണ് തന്റെ കഴുത്തിൽ താലി കിട്ടിയെന്ന് അവൾ അറിയുമ്പോ അനഘയെന്നല്ല ഏത് പെണ്ണിന് സഹിക്കാനാവോ അത്? എല്ലാവരുടെയും സമാധാനത്തിന് ഇനി ഒരു വഴിയേ ഉള്ളൂ. ഈ വിവാഹം നടക്കരുത്. സന്ദീപും അനഘയും വിവാഹം കഴിക്കാൻ പാടില്ല. മുൻപൊരു തവണ അത് സംഭവിച്ചു. എന്നാ ഇപ്പോ സന്ദീപും അതിന് തയ്യാറായതുകൊണ്ട് അതത്ര എളുപ്പമല്ല. പിന്നെ ആകെയുള്ളൊരു വഴി. എനിക്കറിയാം ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നെന്ന്. ഈ വിവാഹം മുടക്കാൻ വലിയ എളുപ്പോ. ഞാനിപ്പോ താഴെ ചെന്നിട്ട് നടന്നെല്ലാം തുറന്നു പറഞ്ഞാൽ മതി. പക്ഷെ നമ്മളതൊക്കെ ചെയ്യുന്നത് എന്നെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടിയാന്ന് ഓർക്കുമ്പോഴാ ഞാനതൊക്കെ ചെയ്യാതിരിക്കുന്നത്. ഞാനങ്ങനെ ചെയ്ത ഈ വിവാഹം നടക്കാതിരിക്കണമെന്നില്ല. അവന് പറ്റിയൊരു അബദ്ധമായി അവനെല്ലാം ഒരു മാപ്പിൽ തീർക്കുമ്പോ വിവാഹബന്ധം വേർപിരിയാമെന്ന ധാരണയിലേക്ക് എത്തിച്ച് അതിനൊരു പരിഹാരം കാണും അവന്തി കേട്ടത്തി അനഘേ. പിന്നീടുള്ള കാലം എല്ലാവരുടെയും മുന്നിൽ എനിക്കുള്ള സ്ഥാനം എന്തായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കുത്തുവാക്കുകളും പരിഹാസവും ജീവിതാവസാനം വരെ കേൾക്കേണ്ടി വരും എനിക്ക്. ഇപ്പോ അനക്ക് എന്നോട് സംസാരിച്ചിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞ അവളുടെ കൺമുന്നിൽ പോലും ചെല്ലരുതെന്ന അവൾ എന്നോട് പറഞ്ഞത്. അത് കേട്ടിട്ട് ഞാൻ മിണ്ടാൻ നിന്നത് എന്റെ തീരുമാനവും അത് തന്നെ ആയതുകൊണ്ടാ. ഇനി ഒരിക്കലും സന്ദീപിന്റെ അനഘയുടെ ഇടയിലേക്ക് ആതിര ചെല്ലില്ല. എന്റെ സ്നേഹം പറഞ്ഞു, എന്റെ സ്നേഹം മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. സന്ദീപിന്റെ മുന്നിൽ ഞാൻ അപേക്ഷിക്കാൻ നിൽക്കില്ല. ഇനി ആരെയും ഞാൻ ഇതുപോലെ സ്നേഹിക്കില്ല. കാരണം എല്ലാം വെറുതെ. ഈശ്വരൻ തന്ന തലവിധി ഒരു പരിഭവം പറയാതെ ഞാൻ സ്വീകരിക്കുക. സ്നേഹത്തിലും മതിമറന്നതിനും എന്റെ അച്ഛനെയും ഏട്ടനെയും അമ്മയും ഒക്കെ ഞാൻ ചതച്ചതിനുള്ള ശിക്ഷയായിട്ട് ഞാനിതിനെ കണ്ടോളാം. എന്റെ സന്ദീപിന്റെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം.